എന്നത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അവിടുത്തെ സ്വഹാബാക്കൾക്കോ ഉത്തമ നൂറ്റാണ്ടുകാർക്കോ ആർക്കും പരിചയമല്ലാത്ത, ഇവർക്കാർക്കും പരിചിതമല്ലാത്ത നിലക്ക് ഒരുപാട് അനാചാരങ്ങൾ ശഅബാൻ 15-ന്റെ രാവിന് ബറാഅത്ത് രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് പല ആളുകളും ഇന്ന് സമൂഹത്തിൽ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള അനാചാരങ്ങളാണ് നിലനിൽക്കുന്നത്. ഈ രാവ് ഒരു വർഷത്തേക്കുള്ള റിസ്ക് കണക്കാക്കപ്പെടുന്ന രാവാണ് എന്ന് ഇത്തരം ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇശാ മഗ്‌രിബിനിടയിൽ 3 യാസീൻ ഓതുന്നു. അതുപോലെ ആ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുന്നു. ശഅബാൻ 15-ന്റെ ദിവസത്തിൽ പ്രത്യേക നോമ്പ്, അതുപോലെ തന്നെ പ്രത്യേക ദിക്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശഅബാൻ 15-ന്റെ രാവിന് ചൊല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ദിക്റുകൾ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള കർമ്മങ്ങൾ, അതല്ലെങ്കിൽ ഈ അനാചാരങ്ങൾ, അതിന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എത്രത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടത് കക്ഷിത്വമില്ലാതെ ഓരോ മുസ്ലിമും നിഷ്പക്ഷമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പരലോക വിജയത്തിന് വളരെ അനിവാര്യമാണ് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് പരിശോധിക്കൽ. സഹോദരങ്ങളെ, ആദ്യമായി ഈ ക്ലിപ്പിലൂടെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ശഅബാൻ 15-ന് പ്രത്യേകമായ ഒരു ബറാഅത്ത് നോമ്പ് എന്ന നിലക്ക് ഇന്ന് സമൂഹത്തിൽ വലിയ ആവേശത്തോടുകൂടെ പല ആളുകളും നോമ്പെടുക്കുന്നു. നോമ്പിന് വേണ്ടി പല ആളുകളും പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഈ നോമ്പിനെ സംബന്ധിച്ചാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. ഇത് ഇസ്ലാമിലുണ്ടോ? പ്രമാണങ്ങൾ ഈ നോമ്പിനെ അംഗീകരിക്കുന്നുണ്ടോ? എന്ത് തെളിവാണ് ഈ നോമ്പിനുള്ളത്? ആദ്യം നമുക്കത് പരിശോധിക്കാം. ശഅബാൻ 15-ന്റെ ദിവസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി ആ നോമ്പിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസ് ആദ്യം ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കാം. അലി ബിൻ അബി ത്വാലിബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹ വസൂമു യൗമഹ. നിങ്ങൾക്ക് ശഅബാൻ 15 കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹ, അതിൻ്റെ രാവിൽ നിങ്ങൾ നമസ്കരിക്കുകയും വസൂമു യൗമഹ, അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുവിൻ എന്നാണ്. ഈ ഹദീസ് പറഞ്ഞുകൊണ്ടാണ് ശഅബാൻ 15-ന് ബറാത്ത് നോമ്പ് എന്നൊരു നോമ്പുണ്ട് എന്ന് ചില ആളുകൾ പറയുകയും അതിനെ സാധൂകരിക്കുകയും ചെയ്യാറുള്ളത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇബ്നു മാജയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് മൗലൂ ആയ ഹദീസാണ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് എന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാറില്ല, അതല്ലെങ്കിൽ അവർക്കത് അറിയുകയില്ല. അതുകൊണ്ട് ആ ഹദീസിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് തുറന്നു കാണിക്കുകയാണ് ഈ ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ ഹദീസ് ഉണ്ടല്ലോ, അതായത് ശഅബാൻ 15 കഴിഞ്ഞാൽ അതിൻ്റെ പകലിൽ നോമ്പെടുക്കുകയും രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുവിൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടകന്മാരിൽ ഒരു റാവിയുണ്ട്, ഒരു റിപ്പോർട്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്നു അബി സബറ എന്നാണ്. അദ്ദേഹം തെളിവിന് കൊള്ളാത്ത ആളാണ് എന്ന്, അദ്ദേഹം ദുർബലനായ വ്യക്തിയാണ് എന്ന്, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മഹാന്മാരായ അഇമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സലഫികൾ പറയുന്നതല്ല, മറിച്ച് നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ റാവിയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ചില ഗ്രന്ഥങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഷാഫി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തഹ്ദീബു തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ 12-ാം വോള്യത്തിൽ ഈ പറയുന്ന റാവിയെ സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ച നടന്നിട്ടുണ്ട്. ഇബ്നു അബി സബറയെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇബ്നു അബി സബറയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഇബ്നു മഈൻ പറയുന്നുണ്ട്, ഈ റാവി ലഈഫുൽ ഹദീസാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഇദ്ദേഹം ഉദ്ധരിച്ച ഇബ്നു അബി സബറ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യമല്ല, ദുർബലനാണ് എന്ന് ഇബ്നു മഈൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. വഖാല ഇബ്നുൽ മദീനി കാന ലഈഫൻ ഫിൽ ഹദീസ്. ഇബ്നു മദീനി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബി സബറ എന്ന് പറയുന്ന റാവി അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ ദുർബലനാണ്. വഖാല മറ, മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇബ്നു മദീനി മറ്റൊരിക്കൽ പറഞ്ഞു, കാന മുൻകറൽ ഹദീസി, ദുർബലൻ മാത്രമല്ല അദ്ദേഹം മുൻകറുൽ ഹദീസാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഒരിക്കലും തെളിവിന് കൊള്ളില്ല എന്ന് വളരെ കൃത്യമായി ഇബ്നു ഹജർ രേഖപ്പെടുത്തി വെക്കുന്നു. മാത്രവുമല്ല, വഖാല ഇബ്നു ഹിബ്ബാൻ,
ഇബ്നു ഹിബ്ബാൻ പറഞ്ഞിട്ടുണ്ട് കാന മിമ്മൻ യർവി അൽ മൗദൂആത്ത്, ഈ വ്യക്തി കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ് അനിസിഖാത്തി, വിശ്വസ്തരായ ആളുകളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ലാ യജൂസുൽ ഇഹ്തിജാജു ബിഹി, അദ്ദേഹത്തെ തെളിവിന് കൊള്ളുന്നതല്ല. വഖാല അൽ ഹാക്കിം, ഹാക്കിം പറഞ്ഞിട്ടുണ്ട് യർവിൽ മൗദൂആത്ത്, ഈ റാവി കെട്ടിച്ചമക്കപ്പെട്ട റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്ന ആളാണ് അനിൽ അസ്ബാത്തി, വിശ്വസ്തരായ ആളുകളിൽ നിന്ന്. ഇതൊക്കെ ഈ ചർച്ച മുഴുവനും ഇബ്നു ഹജറിന്റെ തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഷംസുദ്ദീൻ അദ്ദഹബി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മീസാനുൽ ഇഅ്തിദാൽ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഈ റാവിയെ ഇബ്നു അബി സബറയെ ലഅഫഉൽ ബുഖാരി, ഇമാം ബുഖാരി അദ്ദേഹം ദുർബലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ടുണ്ട്. വഗൈറു, ഇമാം ബുഖാരി അല്ലാത്ത മറ്റുള്ള പലരും അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ടുണ്ട് എന്ന് മീസാനുൽ ഇഅ്തിദാലിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തഹ്ദീബുൽ കമാൽ, ഹാഫിദ് അബുൽ ഹജ്ജാജ് അൽ മിസിയുടെ ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുകയാണ്, മഹാനായ അഹ്മദ് ബിൻ ഹംബലിന്റെ മോനായ അബ്ദുള്ള തന്റെ പിതാവായ അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഈ റാബിയെ സംബന്ധിച്ച്. എന്താണ് പിതാവായ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ലൈസ ബിശൈഇൻ, ഇയാൾ യാതൊന്നുമല്ല, കാന യളഉൽ ഹദീസ്, ഇയാൾ ഹദീസുകൾ നിർമ്മിക്കുന്ന ആളാണ്, വയക്ദിബ്, കളവ് പറയുന്ന ആളാണ്, ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യമല്ല. അതേപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മറ്റൊരു മോനായ സ്വാലിഹ് തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, യളഉൽ ഹദീസ്, ഇദ്ദേഹം ഹദീസുകൾ കെട്ടിച്ചമക്കുന്ന ആളാണ്. അതേപോലെ വൽഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് ലഈഫുൻ, ഇദ്ദേഹം ദുർബലനാണ്. വഖാല ഫീ മൗദിഇൻ ആഖർ, മറ്റൊരു സന്ദർഭത്തിൽ ഇമാം ബുഖാരി പറഞ്ഞത് മുൻകറുൽ ഹദീസ്, ഇയാൾ മുൻകറുൽ ഹദീസാണ്, ഇയാളുടെ ഹദീസ് തെളിവിന് കൊള്ളുകയില്ല എന്നതാണ്. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ, ഇമാമുകൾ വളരെ കൃത്യമായി പറയുകയാണ്. അതേപോലെ അൽ ബാഇസ് വലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം, ആരാണ് ആ ഗ്രന്ഥത്തിന്റെ കർത്താവ്? മഹാനായ ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ശാമയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഒരു ഹെഡിങ് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ബിദ്അ, അതെ, ശഅബാൻ 15ന്റെ രാവ് അത് ആഘോഷിക്കുകയും അതിൽ പ്രത്യേക ആചാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അനാചാരമാണ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് തന്നെ അൽ ബാഇസ് വലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഹെഡിങ്ങിന്റെ താഴെ 3 ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവരുന്നു. ആ ഹദീസുകൾക്ക് താഴെ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, വകുല്ലു ദാലിക ബിഅസാനീദിൻ ളിആഫ്, ഈ പറയുന്ന ഈ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ ഒക്കെ പരമ്പരകൾ ദുർബലമായ പരമ്പരയാണ്, ഇതിന്റെ സനദുകൾ മുഴുവനും ദുർബലമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നിഷ്പക്ഷമായി ചിന്തിക്കുക. സലഫികൾ പറയുന്നതല്ല. ശഅബാൻ 15ന്റെ ദിനത്തിൽ നോമ്പെടുക്കണമെന്ന് പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഹദീസ് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. അതേപോലെ കളവുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നില്ല, അതിന് യാതൊരു അടിത്തറയും അടിസ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മാത്രവുമല്ല സഹോദരങ്ങളെ, ഇതൊക്കെ സലഫികൾ പറയുമ്പോൾ സലഫികളെ ചീത്ത പറയാനും തെറി പറയാനും ചില ആളുകൾ മുന്നോട്ട് വരാറുണ്ട്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇവരൊക്കെ അംഗീകരിക്കുന്ന ഇവരുടെ മദ്ഹബിൽ ഇത് ആചരിക്കുകയും അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മദ്ഹബ്, ആ മദ്ഹബിൽ ആധികാരികമായ പണ്ഡിതന്മാര് തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സ്വന്തം മദ്ഹബിലെ ഇമാമുകളുടെ പ്രമുഖരായ ഇമാമുകളുടെ പിൻബലം പോലും ഇത്തരം കർമ്മങ്ങൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഷാഫി മദ്ഹബിലെ തന്നെ വളരെ ആധികാരികമായ ഒരു പണ്ഡിതനാണ് ആര്? ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഫതാവൽ കുബറ. ഫതാവൽ കുബറയുടെ 2ാം വാല്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ് ശഅബാൻ 15ന്റെ നോമ്പിനെ സംബന്ധിച്ച്, അമ്മാ സൗമു യൗമിഹ, അതെ, ശഅബാൻ 15 ആ ദിവസത്തിലെ നോമ്പില്ലേ, ഫഹുവ, അത് സുന്നത്തുൻ മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീൽ, അതെ, അയ്യാമുൽ ബീലിൽ പെടുന്ന നിലക്ക് അത് സുന്നത്താണ്. എന്താണ് പറഞ്ഞത്? എല്ലാ മാസങ്ങളിലും അറബി മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങൾ അയ്യാമുൽ ബീലിലെ നോമ്പ് സുന്നത്തായ കാര്യമാണ്.
ആ നിലക്ക് ഒരാൾ ഷഅബാൻ മാസത്തിലും അയ്യാമുൽ ബീദ് അനുഷ്ഠിക്കുമ്പോൾ അതിൽ ഷഅബാൻ 15 വരുന്നു, നോമ്പ് അനുഷ്ഠിക്കാം, അതിന് വിരോധമില്ല, ആ നിലക്ക് അത് സുന്നത്താണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ലാ മിൻ ഹൈസു ഖുസൂസിഹി, എന്നാൽ ഷഅബാൻ 15 മാത്രമായി ഒരു ബറാഅത്ത് നോമ്പ് എന്ന നിലക്ക് അത് സുന്നത്തല്ല. കാരണം വൽ ഹദീസുൽ മദ്കൂർ അൻ ഇബ്നു മാജ ലഈഫ്, ഇബ്നു മാജയിൽ നിന്ന് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ദുർബലമാണ് എന്ന് ആര് പറയാണ്? ഇബ്നു ഹജർ അൽ ഹൈതമി രേഖപ്പെടുത്തുന്നു ഫത്താവൽ കുബറയിൽ. നാം നേരത്തെ മുമ്പ് ചർച്ച ചെയ്ത ആ ഹദീസിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരോട് ഈ നോമ്പിനെ, ബറാത്ത് നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ട അവസരത്തിൽ അദ്ദേഹം പറയാണ്, മേൽപ്പറഞ്ഞ ഫത്താവൽ കുബറയിലെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, മേൽപ്പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ബറാഅത്ത് നോമ്പ് അയ്യാമുൽ ബീദിൽ പെട്ടതായ നിലക്ക് സുന്നത്താണ് എന്നതല്ലാതെ സ്വന്തം ബറാഅത്തിന്റെ നോമ്പെന്ന നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ദുർബലമാണ്. എവിടെയാണ് ഇതുള്ളത്? കണ്ണിയത്ത് സ്മരണികയിൽ ഇത് രേഖപ്പെടുന്ന ഈ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വയിൽ തന്നെ അദ്ദേഹം ഈ നോമ്പിനെ എതിർത്തതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സലഫികൾ മാത്രമല്ല ഇതിനെ എതിർക്കുന്നത്, മറിച്ച് ഈ വിഷയത്തിൽ ഹദീസുകളെ കൃത്യമായി പഠനം നടത്തിയ പണ്ഡിതന്മാർ മുഴുവനും ഈ അനാചാരത്തെ എതിർത്തിട്ടുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഈ നോമ്പിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി ഷഅബാൻ 15 രാവിൽ പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുണ്ട്, യാസീൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്, പല നിലക്കുള്ള ദിക്റുകൾ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിലൂടെ ചർച്ച ചെയ്യാവുന്നതാണ്. സത്യമായി ഗ്രഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.